സംവിധായകൻ എബ്രിഡ് ഷൈൻ കൂടെ ചേരുന്നുണ്ട്. ശ്രീ എബ്രിഡ് ഷൈൻ, വളരെ വേദനാജനകമായ ഒരു വാർത്ത കേട്ടാണ് ഇന്ന് മലയാളികൾ ഉറക്കമുണരുന്നത്. നടൻ മേഘനാഥൻ അന്തരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു അവസരത്തിൽ നോക്കിക്കാണുന്നത്? താങ്കളുടെ ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിരുന്നില്ലേ? വളരെ ഷോക്കായി പോയി. ഞാൻ രാവിലെ ഈ വാട്സപ്പ് നോക്കിയപ്പോഴാണ് ഇങ്ങനെ മെസ്സേജുകൾ കണ്ടത്. അപ്പോൾ വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയായിപ്പോയി. ആക്ച്വലി അദ്ദേഹത്തിന് വയ്യാതിരിക്കാൻ തീർച്ചയായും താങ്കൾ പറഞ്ഞോളൂ. ഇതാണ് പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തിന് വയ്യാതിരിക്കാന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ രാവിലെയാണ് ഈ വാർത്ത കണ്ടത്. അത് വളരെ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിപ്പോയി. തീർച്ചയായും കാരണം ഞാൻ ആക്ഷൻ ഹീറോ ബിജു സിനിമയിലാണ് അദ്ദേഹത്തിന്റെ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ അത് ഭയങ്കര ഒരു നമുക്ക് വർക്ക് ചെയ്യാനും ഭയങ്കര എളുപ്പം ഒരാളായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഞാൻ സിനിമയിൽ വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സിനിമകൾ, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിരുന്നു. അപ്പോ ഞാൻ കണ്ട സിനിമകളെല്ലാം ഇതുപോലെ ഭയങ്കര വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള സിനിമകളാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ എനിക്ക് ആക്ച്വലി അദ്ദേഹത്തിന്റെ ഈ നമുക്കൊരാളുടെ സ്ക്രീനിൽ ഭയങ്കര ടെററായിട്ട് നിന്ന, തീർച്ചയായും ആ ആക്ഷൻ ഹീറോ ബിജുവിലെ ആ ഒരു കഥാപാത്രം, മേഘനാഥൻ ചെയ്ത ഒരു കഥാപാത്രം വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. തീർച്ചയായും മലയാളികൾ കണ്ടിട്ടുള്ളത് ഒരു വില്ലനായാണ് മേഘനാഥനെ കണ്ടിട്ടുള്ളത്. ആ ഒരു കഥാപാത്രത്തിൽ നിന്നും താങ്കൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാകുന്നത്? എനിക്ക് അങ്ങനെ ഒരു കാണുമ്പോൾ വില്ലൻ എന്ന് തോന്നിക്കുന്ന നല്ലൊരു പച്ചയായ മനുഷ്യൻ എന്നുള്ള രീതിയിലായിരുന്നു ആ കഥാപാത്രം വേണ്ടിയിരുന്നത്. കാരണം ഒരു മോഷണം ചെയ്ത മോഷ്ടിക്കുന്ന ഒരു സ്ത്രീയും ഒരു പക്ഷെ ആ മോഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനും ആയിരിക്കുമെന്ന് പോലീസ് ആദ്യം തോന്നുകയും, പക്ഷെ വളരെ പച്ചയായിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതും എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു ട്രാൻസിഷൻ ഇങ്ങനെ ഒരാൾ വന്നാൽ രസകരമാവും എന്ന് തോന്നിയിട്ടാണ് അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്തത്. അത് ഭയങ്കര രസകരമായിട്ട് അദ്ദേഹം ചെയ്യുകയും ചെയ്തു. അതിന്റെ ഡയലോഗ് ഡെലിവറിയും പിന്നീട് അദ്ദേഹത്തിന്റെ കാലിന് ചെറിയൊരു മുടന്ത് ഉള്ളതുപോലെയാണ് നമ്മുടെ ആ ക്യാരക്ടർ പിടിച്ചത്. അപ്പോൾ ആ പാട്ടിലും അതിനുശേഷം നിൽക്കുന്ന റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് രോഹിണിയുടെ ക്യാരക്ടറിനെ ജീപ്പിൽ കയറ്റി പോകുമ്പോൾ അദ്ദേഹം നിൽക്കുന്ന ഒരു നിപ്പും മക്കളുടെ കൂടെയുള്ള അല്ല ഭയങ്കര, നമ്മളെപ്പോഴും ഒരു കഥാപാത്രം ഉണ്ടാക്കുമ്പോൾ അതിന് ജീവൻ കൊടുക്കുന്നത് ഇതുപോലെ ആക്ടേഴ്സാണ്. ആ ആക്ടേഴ്സ് കൊടുക്കുന്ന ലൈഫാണ് അത് നിർത്തുന്നത്. നമ്മൾ എന്തെഴുതിയാലും എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ആക്ടേഴ്സിന്റെ മുഖത്താണ് ആ എക്സ്പ്രഷൻ വരേണ്ടത്. അത് ഭയങ്കര രസകരമായിട്ട് അദ്ദേഹം ചെയ്യുക. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഇമോഷണലായി. അത് എഡിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ, അത് തിയേറ്ററിൽ വന്നപ്പോഴും ആ റിസൾട്ട് കിട്ടുകയും ചെയ്തു. മാത്രമല്ല ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇടപെടാനും ഭയങ്കര നല്ല മനുഷ്യനായിരുന്നു. നമുക്ക് വലിയ സ്നേഹം തോന്നും. വലിയൊരു നടന്റെ, മഹാനായ ഒരു നടന്റെ മകനാണ്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. ഇത്രയും ഞാൻ അദ്ദേഹം പിന്നെ സിനിമ ചമയം ഒക്കെ കാണുമ്പോൾ ഞാൻ തീരെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ് ചമയം എന്ന് പറയുന്ന സിനിമയോ അല്ലെങ്കിൽ ഈ പുഴയും കിടന്ന് എന്ന സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ട് അന്നേ സിനിമയിൽ വരികയോ സിനിമ സംവിധായകനാവുന്നതിനെ കുറിച്ച് സ്വപ്നം പോലും കാണാത്ത കാലത്ത് ഇദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് ഞെട്ടുകയും ആ കഥാപാത്രത്തെ കണ്ട് പേടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ആള് റിയൽ ലൈഫിൽ നമ്മുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഭയങ്കര നല്ലൊരു മനുഷ്യനായിരുന്നു. ഭയങ്കര നല്ല പെരുമാറ്റം. പിന്നീട് അതിനുശേഷം 12 സ്ഥലത്ത് വെച്ച് കാണുമ്പോഴൊക്കെ ആ സ്നേഹം അദ്ദേഹം കാണിച്ചിരുന്നു. എന്തായാലും വലിയ സങ്കടകരമായ ഒരു വാർത്തയായി. നേരത്തെ നമ്മോടൊപ്പം നടി സീമ ജി നായർ പ്രതികരിച്ചിരുന്നു. അപ്പോൾ സീമ ജി നായർ പറയുകയുണ്ടായി അദ്ദേഹത്തെ വേണ്ട രീതിയിൽ മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം. വില്ലൻ കഥാപാത്രങ്ങളിലാണെങ്കിൽ അത് തന്നെ നൽകുന്ന ഒരു പ്രവണത മലയാള സിനിമയ്ക്കുണ്ട്. ആ ഒരു രീതിയിൽ ആ ഒരു അഭിപ്രായം താങ്കൾക്കും ഉണ്ടോ? അദ്ദേഹത്തെ വേണ്ട രീതിയിൽ മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല എന്ന് താങ്കൾക്കും അഭിപ്രായമുണ്ടോ? ഒരുപാട് സിനിമകൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അപ്പം ഇതുപോലെ പലപ്പോഴും നമ്മള് ഈ ഇതുപോലുള്ള വലിയ കലാകാരന്മാര് ഒരു പക്ഷെ വിട പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും നമുക്കത് മിസ് ചെയ്യായോ ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നുക. അത് ചിലപ്പോൾ സിനിമ ചെയ്തു വരുമ്പോൾ
ചിലപ്പോൾ അത് ആളുകൾ ഓർക്കാത്തത് കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. നമ്മൾ ഒരാൾ മരണപ്പെട്ടു കഴിയുമ്പോൾ അയ്യോ എനിക്ക് ഇദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചിലപ്പോൾ ഓർക്കും. അതങ്ങനെ സംഭവിക്കുന്നതാണ്. മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അദ്ദേഹത്തിനൊന്നും ഒരു ശത്രു പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാവർക്കും സ്നേഹമുള്ള ഒരു മനുഷ്യനായിരിക്കും അദ്ദേഹം. അത് മനഃപൂർവ്വം ഒന്നും ആരും വിളിക്കാതിരിക്കുന്നതല്ല. അതങ്ങനെ സിനിമയിൽ അങ്ങനെയാണ്. സിനിമ ചെയ്യുമ്പോൾ ഒരു കഥാപാത്രം സിനിമ ഫോം ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു കഥാപാത്രത്തിന് ഇന്നയാൾ ആപ്റ്റാണെന്ന് തോന്നുകയും ഒരു കൂട്ടായ്മയിൽ തോന്നുകയും അങ്ങനെ അങ്ങ് വിളിക്കപ്പെടുന്നതാണ്. മനഃപൂർവ്വം ആരും വിളിക്കുന്നതോ വിളിക്കാതിരിക്കുന്നതോ ഒന്നുമല്ല. അപ്പോ ഇന്നയാൾ ചെയ്താൽ നല്ലതായിരിക്കും തോന്നി ചെയ്യുന്നതാണ്. പക്ഷെ അദ്ദേഹം കുറച്ചുകൂടെ സ്മരിക്കപ്പെടേണ്ട ഒരാളായിരുന്നു കാസ്റ്റിംഗിന്റെ സമയത്തെന്നൊക്കെ എനിക്കിപ്പോൾ പറയുമ്പോൾ തോന്നുന്നുണ്ട്. തീർച്ചയായും ബാലൻ കെ നായരുടെ മകൻ എന്നുള്ള നിലയിൽ വലിയ നെപ്പോട്ടിസം അദ്ദേഹം ഒരുപക്ഷെ ബാലൻ കെ നായരുടെ മകൻ എന്നുള്ള നിലയിലാവാം സിനിമയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ പോലും പിന്നീട് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളൊക്കെയും അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് തന്നെയാണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഒരു തരത്തിൽ തന്നെയല്ലേ ഒരു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പരിഗണിക്കപ്പെടാതെ പോകുന്നത്. ബാലൻ കെ നായർ എന്ന് പറയുന്നത് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ പോലൊരു ലെജൻഡിന്റെ മകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അനായാസം ഈ സിനിമയിലേക്ക് വരാൻ എളുപ്പമുണ്ട് ഇത്തരത്തിലുള്ള ഒരു പേര് കൊണ്ട്. പക്ഷെ അതിനുശേഷം നിലനിൽക്കണമെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ 2 സിനിമ അങ്ങനെ കിട്ടാം. അതിനുശേഷം നിലനിൽക്കണമെങ്കിൽ അവരവരുടേതായ കഴിവും കൊണ്ട് മാത്രമേ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അദ്ദേഹം കഴിവ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരുന്നു, ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, സ്വാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നല്ല പെർഫോമർ ആയിരുന്നു. അപ്പൊ എല്ലാ തരത്തിലും അദ്ദേഹം ഒരു എന്നാ അദ്ദേഹത്തിന്റെ ശൈലി ഉണ്ടായിരുന്നു. അല്ലാതെ അദ്ദേഹത്തിന് ഒരു അനുകരണമൊന്നും ആയിരുന്നില്ല. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ എബ്രിഡ് ഷൈൻ നമ്മോടൊപ്പം പ്രതികരിച്ചതിന്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.